ആ ഡ്രൈവർ അയാൾ അവിടെ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ആരോപണവുമായിട്ട് വരുന്നു. അങ്ങനെ ഒരു ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്. അത് പാർട്ടി ചാനലും അതിനോടകം തന്നെ കൃത്യമായിട്ടൊരു വീഡിയോ ഒക്കെ കാണിച്ചതിന് ശേഷം അവിടെ പറഞ്ഞു. ആ ഡ്രൈവറുടെ വിശദീകരണം നോക്കൂ. ആ ഡ്രൈവർ അവിടെ പറയുന്നത് ബസ്സിൽ പല ആൾക്കാരും പല രീതിയിലുള്ള സാധനങ്ങൾ, ബിസ്ക്കറ്റ് ആയിരിക്കാം, മറ്റെന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, ഇതൊക്കെ ഉപയോഗിക്കുന്നതിന്റെ കവറുകളൊക്കെ തന്നെ ബസ്സിൽ ഉപേക്ഷിക്കുന്ന ഒരു ശീലം നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്കുണ്ട്. അത് കാറ്റടിക്കുന്ന സമയത്ത് പലപ്പോഴും മുന്നിൽ വരുന്ന സമയത്ത് ഞാൻ അതിനെ എടുത്ത് കളയും. അത് നമ്മുടെ നാട്ടിലുള്ള എത്രയോ ഡ്രൈവർമാർ ചെയ്യാറുള്ള കാര്യമാണ്. അതിന്റെ പേരിൽ ബഹളം ഉണ്ടാക്കുന്ന എത്രയോ ഡ്രൈവർമാരെ നമ്മളൊക്കെ തന്നെ യാത്ര ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള ആധികാരികതയും ഇല്ലാതെ ഒരു വ്യക്തി, അയാളും കുടുംബമായിട്ടൊക്കെ താമസിക്കുന്ന ആളാണല്ലോ, അയാൾക്കും അച്ഛനും അമ്മയും ഒരു മകനും ഒക്കെ ഉണ്ടല്ലോ, ആ ആളിനെ പറ്റി പറയുകയാണ് ഇതാ ഇയാള് ലഹരി ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാരാ പറയുന്നത്? ഇത് പറയുന്നത് വളരെയധികം ഉത്തരവാദിത്ത ബോധത്തോടു കൂടി സംസാരിക്കേണ്ടുന്ന തിരുവനന്തപുരം മേയറാണ്. ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സംവിധാനമുണ്ടല്ലോ. ആ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ഇയാൾ ലഹരി അടിമയായിരുന്നുവെന്നോ ലഹരി ഉപയോഗിച്ചിരുന്നുവെന്നോ രീതിയിലുള്ള ഒരു റിപ്പോർട്ട് അയാൾക്കെതിരെ വന്നിട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്കിതൊക്കെ മനസ്സിലാക്കാമായിരുന്നു. ഇനി തന്റെ ഭാഗം ന്യായീകരിക്കുന്നതിന് വേണ്ടി മേയർ ഇവിടെ പറഞ്ഞിരിക്കുന്ന പഴയ ചില കേസുകൾ, ആ കേസിൽ ഒരു കേസ്, വളരെ ഗുരുതരമായിട്ടുള്ള സ്വഭാവത്തിലുള്ള ഒരു കേസിൽ ഇയാൾ കുറ്റക്കാരനല്ല എന്ന് കണ്ട് വെറുതെ വിട്ടതാണ് എന്ന് ഇയാൾ തന്നെ പറയുന്നുണ്ട്. എന്നിട്ടും അതിനെപ്പറ്റി വെരിഫൈ ചെയ്യാനായിട്ട് ആർക്കും പോകേണ്ട. ഇനി മേയർ തന്നെ ആവർത്തിച്ച് പറയുന്നു, ഇതൊരു ഓവർ സ്പീഡിങ്ങിന്റെ പ്രശ്നമോ, ഇത് പിന്നെ സൈഡ് കൊടുക്കാത്തതിന്റെ പ്രശ്നമോ, ഇത് ഡ്രൈവിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നമോ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾക്കെതിരെ പണ്ട് ഡ്രൈവിംഗിന്റെ പേരിൽ ഉണ്ടായിരിക്കുന്ന കേസിനെ പറ്റി പറയുകയാണ്. അത് പിന്നെ മറ്റൊരു KSRTC ബസ്സിൽ കൊണ്ട് വാഹനം പിടിച്ചിരിക്കുന്നയാളാണ്. സ്വകാര്യ വാഹനം ഉപയോഗിച്ചിരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട്. അല്ല, ഈ ഡ്രൈവിംഗിന്റെ പേരിലുള്ള പ്രശ്നമല്ല, അതുമായി ബന്ധപ്പെട്ട തർക്കമേ അല്ല ഇതെങ്കിൽ ഈ കേസൊക്കെ ഇവിടെ പറയുന്നത് എന്തിനാണ്? അപ്പൊ എങ്ങനെയും തന്റെ ഭാഗം ന്യായീകരിക്കുന്നതിന് വേണ്ടിയും ഇയാൾ ഒരു സീരിയൽ ഒഫൻഡർ ആണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അമിതമായിട്ടുള്ള ഒരു ആവേശം അവിടെ കാണാനുണ്ടായി. അത് വളരെ തെറ്റാണ്. അത് മാത്രമാണ് ഇവിടെ കുറ്റം പറയുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ തെളിവെടുത്തോളൂ. അയാൾ എന്തെങ്കിലും രീതിയിലുള്ള അശ്ലീല ചേഷ്ട കാണിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്കെതിരെ സാധ്യമായിട്ടുള്ള പരമാവധി ശിക്ഷ കിട്ടുന്ന രീതിയിലേക്കുള്ള നടപടികൾ എടുത്തോളൂ. പക്ഷേ ഇവിടെ മേയർ കള്ളം പറഞ്ഞിട്ടുണ്ട് ചുരുങ്ങിയത് 2 അവസരങ്ങളിലെങ്കിലും എന്നുള്ള കാര്യത്തിനെ പറ്റി ഓണപ്പ് ചെയ്യാൻ ഇവിടെ ആളുണ്ടാവണം. അവർ ചെയ്തിരിക്കുന്ന ഒഫൻസ് എന്ന് പറയുന്നത് ഗുരുതരമാണ് എന്ന് പറയാനായിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടാകണം. അതിന്റെ പേരിൽ അവർക്കെതിരെ കൊടുത്തിരിക്കുന്ന കേസ്, ആ കേസ് നിലനിൽക്കുന്നതാണ് എന്ന് കണ്ടുകൊണ്ട് അത് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ കാലതാമസം എന്തിനാണ്? അപ്പൊ ഇവിടെ ഇരട്ട നീതി എന്നൊരു സംവിധാനം ഈ ഒരൊറ്റ വിഷയത്തിൽ കാണാനുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോ ഈ ഡ്രൈവറായിട്ടുള്ള യദു ആദ്യം മുതൽ ആവർത്തിക്കുന്നത് പോലെ ഞാനൊരു സാധാരണക്കാരനും അവർ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരാളുമാണ്. അവരുടെ ഒത്താശ ചെയ്യുന്നതിന് വേണ്ടി, അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു സംവിധാനമുണ്ട്. എനിക്കില്ല. ഞാൻ ദിവസം 700 രൂപ കിട്ടിയാൽ കിട്ടി എന്ന രീതിയിലത്തേക്കുള്ള ഒരു കോൺട്രാക്ട് ജീവനക്കാരനാണ്. എന്റെ കുടുംബം കഴിയുന്നതിനുള്ള ഏക വരുമാന മാർഗം ഇതാണ്. ഇത് മുട്ടിക്കാൻ വേണ്ടിയിട്ട്, ഇത് ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് പല ആൾക്കാർക്കും കഴിയും. ഞാനൊരു പാവത്താനാണ് എന്ന രീതിയിലത്തേക്ക് പറയുന്നു. ഈ ഇരട്ട നീതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അത് മാത്രമല്ല, പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയപ്പോൾ പോലീസുകാർ തന്നെ യദുവിനെ അത് പറഞ്ഞു പഠിപ്പിക്കുകയാണ്. നിന്നെ കൊണ്ട് ഇത്രയും സ്വാധീനമുള്ളവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമോ? നീ എങ്ങനെയെങ്കിലും ഫോൺ ചെയ്ത് ഒരു സോറി പറഞ്ഞ ഇത് ഒത്തുതീർപ്പിലേക്ക് എത്തിക്കൂ എന്ന്. അത് വിശ്വസിച്ചുകൊണ്ട് മേയറെ വിളിക്കുന്നുണ്ട്, സോറി പറയുന്നുണ്ട്. പക്ഷേ അവർ അപ്പോഴും എടുത്ത നിലപാട്. ശ്രീമതി രോഹിണി, ഇതിൽ ഒരു കാര്യം നമ്മൾ ആലോചിച്ച് നോക്കണം. ഇങ്ങനെയുള്ള ഡ്രൈവർമാരുടെയും ചുമട്ട് തൊഴിലാളിക്കാരുടെയും കൂലിപ്പണിക്കാരുടെയും ഒക്കെ കൂടെ പാർട്ടിയാണ് CPM. അത്തരത്തിലുള്ള പാർട്ടിയാണ് CPM. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് എന്നെ അറിയുമോ, ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പാതിരാത്രിയിൽ ഷോ കാണിക്കാനായിട്ട് പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ള ആൾക്കാർ ചോരയും നീരും കൊടുത്ത് വളർത്തിയ പ്രസ്ഥാനമാണ് ഈ തൊഴിലാളി വർഗ പ്രസ്ഥാനം എന്നുള്ള തിരിച്ചറിവെങ്കിലും ഇന്നത്തെ തലമുറയിലുള്ള കുഞ്ഞുവാവുകൾക്ക് ഉണ്ടാകണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.